നാളായി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വിളിച്ചു കൊടുക്കുക തന്നെ. അത് പണി എപ്പോഴാ വരികയെന്ന് പറയും. എല്ലാ ദിവസവും ചെയ്യാം. അപ്പളേ ഞാൻ എനിക്ക് വിളിക്കാം. ഇവിടെ ഒരാൾ വന്നു. ആയിക്കോട്ടെ. എല്ലാ സുക്കൂറേ അന്ന് ഇന്നലെ ഒരു പാട് വിളിച്ചില്ല എന്റെ ഫോണിലേക്ക്. ഇതെന്താ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ചെയ്യാം. എപ്പോഴാ വിളിച്ചത്? ഞാൻ ഇന്നലെ രാവിലെ ആ സുബേസ്കാരൻ കഴിഞ്ഞ സമയത്ത് എന്നെ വിളിക്കലോ അടിക്കുന്നു. അവന് ഇന്നലെ രാവിലെ വിളിച്ചെന്നെ കിട്ടില്ലടൂ. അത് മിന്നാന്നേ കല്യാണ സ്ഥലത്ത് നിന്റെ ഫോണ് വെള്ളത്തിലിട്ട് പോയി. അത് നന്നായി കിട്ടിയ വൈകുന്നേരമായിട്ട്. എന്നാലേ ഇജ്ജ് കേറിയിരിക്കി. അല്ല ചങ്ങയ്യേ, എനിക്ക് ഈ ഫോണില്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും മുട്ടൂലേ. പിന്നെ പറയാണ്ടോ, ചില സമയത്ത് ഒരു പണിയെടുക്കാൻ ഈ സാധനങ്ങൾ പറ്റില്ല. കാരണം ഇങ്ങനെ വിളി വന്നോണ്ടിരിക്കും. അതൊക്കെ വിടടോ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വല്ലതും നടക്കുവോ? നിങ്ങൾ ശരിക്കുള്ള കണക്ക് തരണ്ടേ? എല്ലാം എന്താ ഞാൻ പറയണത്? എങ്ങനെ പോയാലും ഒരു 10,000-2000 ആൾക്കാരുണ്ടാവും. അതിൽക്ക് എന്താ വേണ്ടി വെച്ചാലും ഇജ്ജാ പറയും. എങ്ങനെയാലേ ഒരു 4-5 ആൾക്ക് അരി വേണ്ടി വരും. ഇനിയിപ്പോ 2 ആൾക്ക് കൂടുതൽ എടുത്തിയായിട്ട് പ്രശ്നമൊന്നുമില്ല. ബാക്കി തിരിച്ചായിട്ട് കൊടുത്താൽ മതിയല്ലേ നമുക്ക്. തയ്യാത്തൊരു പ്രശ്നമാണോ വരുന്നത്? ഇജ്ജ് കുറച്ച് സീറ്റിൽ കുറച്ച് ജാസ്തി ചെയ്തിരിക്കോ. അതിനിപ്പോ നിങ്ങളെ പോത്ത് ബിരിയാണിയാണോ കോഴി ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്താ തീർത്ത് പറയും. കോഴിയും വേണം പോത്തും വേണം. പിന്നെ കുറച്ച് പൊറാട്ടി ചപ്പാത്തി ഓളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും ഉണ്ടാക്കാം. കുറച്ച് മോശം വരാൻ പാടില്ല. മനസ്സിലായോ? അല്ല അതിന് മാത്രം ആളൊക്കെ ഉണ്ടാവോ? കഴിഞ്ഞ മാസം ചെമ്പിന്റെ മോളെ കല്യാണത്തിന് 2 ചെമ്പ് ബിരിയാണിയാ ബാക്കിയായത്. വെറുതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണോ? അല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. എന്ത് വർത്താനാണ് പറയണത്? ഇന്റെ കുടുംബത്തിലോ ഇന്റെ കുട്ടികളുടെ കുടുംബത്തിലോ എല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. പിന്നെ അറിയിക്കുകയാണെങ്കിൽ നമ്മളെ ഈ മയലിൽ തന്നെ ഉണ്ട് കുറെ ആൾക്കാർ. ഓല പെരയിലൊക്കെ ഒന്ന് പോയി പറയണ്ടേ. അപ്പൊ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞ കണക്കാ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. ഇത് ഇത്ര വലുതാക്കണോ? കുറച്ചുകൂടെ ചെറുതാക്കി ഇവിടെ. അതിനെന്താടോ, എന്റെ മൂത്ത മോളെ കല്യാണം തന്നെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാലോ. മഹലിലുള്ള ആൾക്കാരെന്താ പറഞ്ഞത്? ഇതേപോലത്തെ ഒരു കല്യാണം നമ്മൾ ഈ നാട്ടിൽ കഴിച്ചിട്ടില്ലാന്നാണ്. അപ്പൊ ഇനിയിപ്പോ ചെറിയോളത്ത് മോശമാക്കാൻ പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞ നേരാ. ഈ കണ്ണു കണ്ട സ്വത്ത് മുതലൊക്കെ കെട്ടിപ്പിടിച്ച് എടുക്കണ്ട. കുട്ടികളുടെ കാര്യം തന്നെ നന്നായി കിടന്നോട്ടെ. എന്നാലേ ഇതാണ് ചീട്ട്. ഇതിൽ അരിയും പച്ചക്കറി മാത്രമേ കേട്ടോ. ബാക്കിയുള്ള ലിസ്റ്റ് നാളെ വരുമ്പോ ഞാൻ തരാം. പോരെ? ലിസ്റ്റ് ഇത് മതി. മറ്റേത് ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടുപോയല്ലേ. എല്ലായിടത്തും വണ്ടിപ്പായാനുള്ളത് ഞാനാണുള്ളത്. ഇനി ഫോണ് വിളിച്ചിട്ട് കിട്ടിയില്ല അറിഞ്ഞാൽ നിൽക്കല്ലോട്ടെ. ഇല്ലാതെ നാളെ രാവിലെ തരാൻ വന്നിട്ട് ഞാൻ തരട്ടോ ചീട്ട്. അവിടെ ഇരിക്കും സുക്കൂറേ. എന്നോട് 1-2 കാര്യങ്ങൾ ചോദിക്കാണ്ട്. എന്താ പറയണെന്ന് വേഗം പറയും. എനിക്ക് പല പരിപാടി ഉണ്ട്. എന്റെ മോളെ കല്യാണം കഴിയണവരെ ഇവിടെ സഹായത്തിന് ഒരാളെ കിട്ടും. അവിടെ ഇവിടെയൊക്കെ അല്ലറ ചില്ലറ പണികളുടെ കൂലി കൊടുക്ക. ആരെന്താ എന്റെ അടുത്ത്? പിന്നെ എന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഒരു വെപ്പണിക്ക് പോണ ആൾക്കാരാ. പിന്നെ പോരാതെ കാറ്ററിംഗ് ഉള്ള ഓർക്കൊന്നും ഒഴിവുണ്ടാവില്ല. എനിക്കൊരു ഹിന്ദിക്കാരെ തരട്ടെ. എനിക്ക് ഹിന്ദിക്കാരൊന്നും വേണ്ട. എനിക്ക് ഓല വയറ്റില നടക്കാനോ ഓലോട്ട് പണിയെടുപ്പിക്കാനോ ഓല വാസമൊന്നും എനിക്കറിയില്ല. മനസ്സിലായി? ഈ നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ നോക്ക്. കൂലി കൊടുക്കുമ്പോഴേക്കുള്ള കൂലി ഇപ്പൊ എന്താ റേറ്റ് വെച്ചാൽ നമുക്ക് കൊടുക്കാം. കാട് പിടിച്ചെടുക്കുക പറമ്പ് വന്നായിട്ട്. അതൊന്ന് വെട്ടി തെളിയിക്കണം. അതാ എന്നോട് പറഞ്ഞേ. പിന്നെ പറമ്പിലവിടെ വന്ന് കുത്തിന്നിട്ട് വൈകുന്നേരം ആക്കിയിട്ട് കാര്യമില്ല. പിന്നെ ആരും കിട്ടിയാൽ ഞാൻ വിടാം. എനിക്ക് ബാപ്പിടിന്റെ കരുതൊന്ന് പോകണം. ഞാൻ പറഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിളി വന്നു. ഹലോ ഹലോ. ഞാൻ എന്നാ പിടിച്ച അങ്ങടിയില്ലോ. ആടെ വന്നോണ്ടിരിക്കണേ. ശരി ശരി. പിന്നെ എന്റെ പണിക്കാരന്റെ കാര്യം മറക്കരുത്. ഇല്ല ഞാൻ നോക്കിയോണ്ട് പറഞ്ഞ കേട്ടോ. ശരി നാല്. അനക്കേ പൈസ വല്ലതും വേണോ? അഡ്വാൻസ് ആയിട്ട് ഒന്നും വേണ്ട. ഞാൻ എന്റെ പണിയും കഴിഞ്ഞിട്ടേ പൈസ വാങ്ങലുള്ളൂ. ആദ്യമായിട്ട് വാങ്ങാൻ ശരിയല്ല. അത്യാവശ്യം പറയണം കേട്ടോ. എനിക്ക് നടന്നോ? എനിക്കൊരു 3-4 ആൾക്കാർ കൂടി നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമുണ്ട്. എന്നാ പോരി ബാബുട്ടിന്റെ വണ്ടി പോയാലേ നമുക്ക്. ഇന്ത്യയിൽ വണ്ടി അടുത്ത് പോയാൽ പോലെ എനിക്ക്. എന്നായിക്കോട്ടെ.
ഇങ്ങനെ പോയി കുറച്ചാണ്ട് പോകണ്ട് വേപ്പട്ടി കയറി പോകണം അല്ലേ ആ ആളെനിക്കറിയാം പിന്നെ ഇപ്പം എത്തനോട് തന്നെ എത്തി എനിക്കറിയാം കാരണം ഞാൻ അങ്ങോട്ട് തന്നെയാണ് ചേരും പോകേണ്ട ആവശ്യമുണ്ട് ഇവിടെ സ്ഥലം ഞാൻ കുറച്ച് ദൂരത്തുനിന്നാ എന്ന് പറഞ്ഞാല് കർണാടകയില് കൊടക് എന്ന് പറഞ്ഞ സ്ഥലങ്ങള് ഈ സ്ഥലം കേട്ടുന്നോ എന്റെ ചെറുപ്പകാലത്തെ ഈ പറഞ്ഞ ആചാര്യം ഞാനും കൂടി അവിടെ കുരുമുളക് അരയ്ക്കാൻ വന്നാണ് അത് കാലൊക്കെ എത്രയായി അല്ല ഈ പറഞ്ഞ ആചാര്യ തമ്മിൽ എന്താ ബന്ധം മൂപ്പരായിട്ട് എനിക്ക് അങ്ങനെ അടുപ്പൊന്നുമില്ല പക്ഷെ മൂപ്പരെ പറ്റി നല്ല പറഞ്ഞു കേൾക്കുന്നു മൂപ്പര് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് നല്ല എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ എന്നോട് ആരാ പറഞ്ഞു വിട്ടേ 3 നായിക്ക് ഉപ്പയ്ക്കാത്ത ആളാ സെയിൽവിയാജി 5ന്റെ പൈസ മൂപ്പരോട് കിട്ടൂല വല്ല സഹായം ചോദിക്കാനാണെങ്കിൽ വന്നെങ്കിൽ എൻ്റെ കുട്ടി കയറ്റം കയറണ്ട മനസ്സിലായോ വന്നേക്കനെ തിരിച്ചു വയ്ക്കണം അയാളെ കാണാതെ ഞാൻ ഇനി തിരിച്ചു പോണ പരിപാടിയില്ല എന്തായാലും നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവും ഞാൻ എന്നാലേ ഡ്യൂട്ടി പോര് ഞാൻ കാട്ടിത്തരാം ആളെ പിന്നെ വേറൊരു കാര്യമുണ്ട് മൂപ്പരെ മോളെ കല്യാണം കഴിയണവരെ ചില്ലറ പണികളൊക്കെ ഉണ്ട് അത് എടുക്കാൻ കഴിയും എനിക്ക് ആ പണി എന്തെങ്കിലും വേണിച്ചാൽ ഞാൻ എടുത്തോളാം ഈ മൂപ്പ് ഒക്കെ ഒന്ന് ഏർപ്പാട് ചെയ്തെന്നാ നിങ്ങൾ വാ പിന്നെ എൻ്റെ ഈ കാൽസറയും കുപ്പായും മൂപ്പര് കെട്ടിട്ടോ തുണിയും കുപ്പായും അതുണ്ടോ കൊണ്ടുവന്നോ ആ അതൊക്കെ തുണിയൊക്കെ എൻ്റെ ബാഗിലുണ്ട് കുഴപ്പമില്ല എന്നാ വാ നമുക്ക് ഈ വെയിൽ ചൂടാണതിന് മുന്നേ അവിടെ എത്തണം അല്ലേ ഈ ആചാര സ്വഭാവമൊക്കെ എങ്ങനെയാ ആചാര സ്വഭാവമൊക്കെ വികാതെ മനസ്സിലായിക്കോളൂ ജീവാ ഒരു 500 ആൾക്കാർക്ക് പന്തലിടാനുള്ള സ്ഥലം ഇത് മതിയാവുമല്ലോ കാണാൻ പിന്നെ ഒന്ന് കുറച്ചാണ്ട് നീട്ടിയെടുക്കുക അതാ നന്നാവുക കല്യാണത്തിൻ്റെ ഒരു 10 ദിവസം മുന്നെങ്കിലും പന്തലിടേണ്ടി വരും ഏത് കൊട്ടം വെയിലത്തും മഴ വീണ കാലപ്പത് അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ ഇച്ചിരി മഴ പെയ്തത് നല്ല കൊട്ടം വെയിലത്താണല്ലോ മഴ പെയ്തത് അപ്പോൾ പറയാൻ പറ്റില്ല മനുഷ്യന്മാരെ മായി തന്നെയാണ് എപ്പോഴാണ് സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാർക്ക് എന്നാൽ മാതിരി തന്നെ മഴൻ്റെ കാര്യം എപ്പോഴാണ് ഇടിയും വെട്ടി പെയ്യാന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ കൂടി ഒന്ന് വെട്ടി തെളിയിക്കാനാണ് ആ ചങ്ങായിനോട് ഞാൻ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞത് ഓനെയും കാണുന്നില്ല പണിക്കാരനെയും കാണുന്നില്ല എന്താപ്പം ചെയ്തിപ്പോൾ ഞാൻ തന്നെ വെട്ടി തെളിയിക്കേണ്ടി വരുമെന്നാണ് തോന്നണത് കാട്ടിനോട് പണി അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. നിങ്ങളെന്താ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ ആചാര്യ ഞാൻ ആരോടുമല്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയുന്നു ആ എന്താ ഇപ്പം ഉണ്ടായോണ്ട് ഒന്നുമില്ലടോ അതല്ല എനിക്ക് ഇന്നലെ വരാമെന്ന് പറഞ്ഞില്ല സീട്ടേറ്റ് എന്നാന്ന് ഒരു ചന്തി ഒന്ന് ഇരിക്കാൻ നേരം കിട്ടണ്ട എനിക്ക് പാച്ചിലോട് പാച്ചിലാ അല്ലടോ ആരോ ഒരു പുതിയ ആളാ എൻ്റെ കൂട്ടത്തിൽ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഓനെ ഓനെ ഒരു പണി കഴിച്ച് വന്നതാണ് എൻ്റെ പണിയുണ്ടെ കൊടുക്കണം അവിടെ ഒരന്യ നാട്ടുകാരനാണോ അതേ ഹിന്ദിക്കാരനാണെങ്കിൽ വന്ന വഴിക്ക് തന്നെ പോകാൻ പറയും അവനോട് ഓ ഹിന്ദിക്കാരനൊന്നുമില്ലെന്ന് നല്ല മലയാളി തന്നെയാണ് ഇങ്ങനെയല്ല ചില പണിയുണ്ടല്ലോ അവിടെ ഓടിത്തോട്ടാല് കേരളക്കാരുടെ ലുക്കൂല്ലല്ലോ എന്താടോ എൻ്റെ പേര് അൻവറ അൻവർ എവിടെ എൻ്റെ സ്ഥലം എന്താ ഇജ്ജ് ഓൻ്റെ മുഖത്ത് നോക്കണേ എൻ്റെ നാട് എനിക്കറിയില്ലേ എനിക്കറിയാം ദാജി പറയാ ഏത് നാട്ടുകാരനാന്ന് മലപ്പുറത്ത് മലപ്പുറത്ത് എവിടെ മലപ്പുറത്ത് നിങ്ങൾ എന്താ നീ പറയണത് മലപ്പുറത്ത് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂലെങ്കിൽ അവനോട് പറഞ്ഞാൽ പോയിക്കോട്ടെ നിങ്ങൾ പോലീസുകാർ ചോദ്യം ചെയ്യാൻ ഇങ്ങനെ ചോദ്യം ചെയ്യണേ അതല്ലടോ നമ്മൾ വില വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പണി കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ ഓല് നമ്മളെ പറ്റിച്ചാണ്ട് ഓല് പോകും ഓല് തെരഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയോ ഓലൊരു രേഖറ്റ് നമ്മളെ കയ്യിലും ഇല്ല പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ വില തരിക ഞാനതിന് അത്തരക്കാരനല്ല ചേരെ ഏത് കോലത്തിലുള്ള ആണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഞാൻ എന്നെപ്പോഴല്ലേ കാണുന്നത് ഓ അത് വലിയ അടങ്ങാറായല്ലോ നിങ്ങൾക്ക് വേണ്ടോ പോയിക്കോട്ടെ നീ നല്ല പോലെ നിന്നാലേ ഒരു മാസത്തിൻ്റെ അടുത്ത് ഇവിടെ പണി ഉണ്ടാവും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞാലും ഇവിടെ പണി ഉണ്ടാവും മനസ്സിലായോ മാണ്ടാത്തരം കാണിച്ചാൽ സെയ്താലിൻ്റെ തനി സ്വഭാവം അറിയും സുക്കൂറേ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്നാലേ ഇജ്ജ് വാ സുക്കൂറേ അപ്പം ഇനി പെരെ പോയിട്ട് വർത്തമാനം പറയാം അല്ലടോ ഇനി പിന്നെ നിൽക്കാനൊരു വീട് എവിടെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണ്ടേ അതിനിപ്പോൾ എന്താ ചെയ്യുക അതെന്തിനാ ആചാര്യ നിങ്ങളെ പേരെ വലിയ പേരല്ലേ
ഓൻ അവിടെ താമസിച്ചോട്ടെ, ഒരു മുറി നിങ്ങളെ പേരെ കൊടുക്കാൻ ജോലി. അതുകൊണ്ട് കാര്യമില്ലടോ, ഒരു നിൽക്കാൻ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാ വരെയുള്ളത്. ഇജ്ജ് ഒരു കാര്യം ചെയ്യും, അങ്ങാടിയിൽ ഓനക്ക് റൂം ശരിയാക്കി കൊടുക്കും, വാടക ഞാൻ കൊടുത്തോളാം. പോരി, വെപ്പിന്റെ സീറ്റ് ഞാൻ കൊണ്ടുവന്നാണ്. എന്നാ പുതിയ പോരി, നമുക്ക് ബാക്കി കാര്യങ്ങളെ പോരേന്നല്ല. ആയിക്കോട്ടെ. ശരിയാക്കാം. ഇതിപ്പോ ഓൻ പറഞ്ഞ കാര്യം എന്തിക്കാനും തന്നെ മതി. ഇനി ചങ്ങായി എന്റെ പണി ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും തീരൂലേ? എല്ലാ ചേച്ചി ഫോൺ ചെയ്തിരിക്കുക, പണിയെടുക്കില്ല. രാവിലെ തുടങ്ങിയുള്ള രീതിയിൽ പണിയെടുക്കൽ തുടങ്ങി. നല്ലൊരു സാധനത്തിനാണ് എനിക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. വേർത്തുടി ഫോണൊക്കെ സൗകര്യം പോലെ ചെയ്യാം. അല്ല ചങ്ങായി, ഇജ്ജ് ഫോൺ ചെയ്യാൻ വന്നതോ പണിയെടുക്കാൻ വന്നതോ? ഇജ്ജ് രാവിലെ തുടങ്ങിയിട്ടില്ല ഫോൺ വിളിക്കില്ല. ഞാൻ ആ കൊലയെ കുത്തിയിരുന്ന് കാണേണ്ടി. അതെ, നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോ, നാട്ടിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കാം. ഫോൺ ചെയ്യലൊക്കെ അവനവൻ്റെ സൗകര്യത്തിൽ പെരയിൽ റൂമിൽ എവിടെയെങ്കിലും കുത്തിരിക്കുമ്പോഴൊക്കെ ഫോൺ ചെയ്യല്. ഞാൻ പറഞ്ഞ എനിക്ക് തലയിൽ കയറുണ്ടോ? ഇതിപ്പോൾ പണിക്ക് വന്നിട്ട് 3-4 ദിവസമായി. എൻ്റെ ബാക്കിലുള്ള പണി ഏകദേശം ഈ തീർത്ത് വീണ്. ഇതിപ്പോൾ എന്നാ തീരുക? എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടോ? എൻ്റെ ഫോൺ വിളി കണ്ടിട്ടേ എനിക്ക് തോന്നണില്ല അതിൻ്റെ മുന്നേ തീരുമെന്നുള്ളത്. ഒരു അത്യാവശ്യം കോളനിക്കാ, അതുകൊണ്ടേ ഫോൺ വിളി എല്ലാവർക്കും വരും. അത് വിളിക്കുന്നതിനോട് പറയാം, എന്ത് ഞാൻ പണിക്ക് പോവുകയാണ്, പണി കഴിഞ്ഞ് എന്നിട്ട് വിളിക്കാം. അല്ലാതെ മിനിറ്റിന് ഫോൺ ചെയ്ത് നിന്നാൽ ഇവിടുത്തെ പണി ഒരിക്കലും തീരില്ല. മനസ്സിലാകണ്ട എനിക്ക്? എൻ്റെ നാവിറങ്ങിപ്പോയോ? നാളെ പണിക്ക് വരുന്ന സമയത്ത് ആ ഫോൺ റൂമിൽ വെച്ചാണ്ട് പോരണം. ഇന്നിട്ട് എൻ്റെ കണ്ണിൽ ആ ഫോൺ ചെയ്യണ കണ്ടാൽ ഫോൺ എടുത്താണ് ആ റോട്ട് മേലേക്ക് വെച്ചത്. മനസ്സിലായോ? വൈകുന്നേരേ കൂലി കിട്ടണമെങ്കിൽ പണി മതിയായിരിക്കും എടുത്തോണ്ടി. പിന്നെ ഞാനൊന്ന് പുറത്ത് പോവുകയാണ്. സുക്കൂർ വന്നൊക്കെയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറയും, ഞാൻ പോരും എന്ന് പറയണ്ടിട്ടാ. ഞാൻ പറഞ്ഞോളക്കാ. ഞാൻ പറഞ്ഞു വന്ന കേക്കിങ്ങള്, അയാളൊരു പെരും ചൂടനാന്ന്. അയാളോട് ഇതുവരെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അത് 20-ാം തീയതി അല്ലേ? ആയിക്കോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുമ്പോ അന്ന് തന്നെയാണ് മൂപ്പരെ മോളെ കല്യാണം. ശുക്രൊക്കെ വരില്ല. ഞാൻ പിന്നെ വിളിക്കട്ടോ, നിങ്ങൾ വെച്ചോളി. അൻവറേ, ഞാൻ അന്നെ തിരഞ്ഞ് റൂമിലൊക്കെ പോയല്ലോ. അന്നെ അടുത്ത റൂമല്ല പറഞ്ഞത്, ഇജ്ജ് പുറത്തേക്ക് കണ്ട് പോയതാന്ന്. ഇജ്ജെന്താ അവിടെ വന്നിരിക്കണേ? ഒന്നുമില്ലക്കാ, ഞാൻ വെറുതെ ഈ പാടൊക്കെ കണ്ടിങ്ങനെ രസമാണല്ലോ. അല്ല, നിങ്ങൾ 2 ദിവസമല്ല കണ്ടിട്ട്? ആചാര്യ ചോദിച്ചിട്ടില്ല നിങ്ങളെ? ഞാനേ ഭയങ്കര പണിയുണ്ടേനി, വെപ്പണിയേനി. ഞാൻ പൊലിച്ചക്കാ വന്നേ. വന്നിട വല്ല ക്ഷീണം, ഒന്ന് കിടന്നുറങ്ങി. അല്ല, എൻ്റെ പണിയൊക്കെ ആചാര്യക്ക് പിടിച്ചിനോ? ഞാനൊന്നും നോക്കലില്ല. ഞാൻ പണിയെടുക്കും, ഇങ്ങോട്ട് പോരും. ഭയങ്കര ചൂടനല്ല അയാള്. കാണിക്കാനുള്ളൂടെ ആള്. ആളൊരു പാവാ. നല്ല പാവാ. ആളെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വില്ലനാണെന്ന്. അതൊക്കെ എനിക്ക് തോന്നാടോ. അല്ല, എൻ്റെ കൂലിയൊക്കെ മര്യാദക്ക് കിട്ടില്ല എനിക്ക്? കൂലിയൊക്കെ ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഒന്നായിട്ട് തന്നാ മതി എന്നാ പറഞ്ഞത്. അതൊക്കെ നല്ല തന്നെയാണ്. നാട്ടിൽ പോകുമ്പോൾ വാങ്ങുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഇവിടെ റോട്ടിൽ വന്നിരിക്കണേ. നമുക്ക് എൻ്റെ റൂമിൽ പോയാലോ?
ഞാനിപ്പോൾ പോരുന്നില്ലക്കാ. ഞാൻ എന്തെങ്കിലും തിന്നിട്ടേ അങ്ങോട്ട് റൂമിലേക്ക് ഉള്ളൂ. അങ്ങോട്ട് വന്ന് ഞാൻ ഇന്ത്യക്കാരെ കൊണ്ട് ചെവി കേൾക്കാൻ കഴിയില്ല. ഓരോ പാട്ടും കൂത്തും വെയ്ത്തും ഒക്കെ കൂടിയായിട്ട്. അതാണ് ഞാൻ ഇപ്പം അറിഞ്ഞത്. എന്നാലേ ഇജിന്റെ പെരക്ക് പോയിടൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നേ. അതൊക്കെ അടിച്ച് അവിടെ തിരിക്കുക, പെരക്ക് ഇരിക്കുക. അതൊന്നും ശരിയാവില്ലക്കാ. നിങ്ങളെ ഭാര്യ മോളൊക്കെ ഉള്ളതല്ല അവിടെ. അതിനിപ്പോ എന്താടൂ, എനിക്ക് കുറച്ച് ബിരിയാണിയൊക്കെ തിന്നിട്ട് പോന്നൂടെ? ഞാനിപ്പോൾ ഇല്ലക്കാ. എനിക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കണം. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ നടക്കി. ഹലോ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ഞാൻ വേറൊരു അത്യാവശ്യം. ശരി. അല്ല മോനെ, ആരാപ്പോ വിളിച്ചത്? അത് എൻ്റെ കമ്പനിക്കാരനാ, നാട്ടിൽ നിന്ന് വിളിച്ചാ. അതെന്റെ ഫോണിൽ ഉമ്മ നാളെ കണ്ട്. അല്ല, അത് ഉമ്മർന്നാണ്. മോനെ, എൻ്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ പഴയ 10ാം ക്ലാസ്സാ. കുറച്ചൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ എനിക്കേ അറിയും. അത് ഉമ്മ നായി കണ്ടത്, അവിടെ ചോദിച്ചു കേട്ടോ. എന്തിനാ എൻ്റെ ഉമ്മ വിളിച്ചേ? മോൻ എന്നോട് പറഞ്ഞോ എന്താ കാര്യം വെച്ചാല്? എന്നാ ഞാൻ പോവാ. ഞാൻ പറഞ്ഞോടൂ. ഇതിന്റെ പെരേക്കുവാ, എന്റെ പെരൊക്കെ ഒന്ന് കാണാലോ. പിന്നൊരിക്കലാവും. അല്ല മോനെ, ഇജിന്റെ പെരയിലെ എന്റെ പെണ്ണുങ്ങളും മോള് മാത്രമേ ഉള്ളൂ. ആചാര്യ മോളെ കല്യാണം കഴിഞ്ഞാലേ ഓള് വേണ്ടാവുള്ളൂ. പിന്നെ ഞാനും പെണ്ണുങ്ങളും ഒറ്റക്കാ. അല്ല, ഓളെ കല്യാണം കഴിഞ്ഞാ? ഇല്ലടോ. പിന്നെ നിങ്ങള് ഓള് എങ്ങട്ടാ പോണെന്ന് പറഞ്ഞേ? ഓള് പഠിക്കാൻ പോകും. ബാംഗ്ലൂർ അവള് പഠിക്കണത്. അല്ല, ഓരോ മാസത്തെ ലീവ് ഉള്ളല്ലോ. അത് കഴിഞ്ഞാൽ ഓള് പോവും. ഇത് വേഗം വാ, ഇരുട്ടാണെങ്കിൽ മുന്നേ എനിക്ക് എൻ്റെ റൂമിൽ പോവാം. നമ്മൾ പെരെ പോയിട്ടുണ്ട് പോരാ. ഞാൻ വരണക്കാ, അത് ശരിയാവും. ഇജി വാടോ. അല്ല, ഞാൻ എന്നാ വിളിക്കണേ? പിന്നേക്കാം. ഇജി വാ, ഇത് പോയി പോരാ എനിക്ക്. ഇതെന്റെ പേരാ. കേറിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ പോകും. പെണ്ണുങ്ങളും മോളൊക്കെ ഇവിടെ ഉണ്ടേ. എവിടെ പോയി? നമ്മളെ പേരൊക്കെ ചെറുതാട്ടോ. ഇന്റെ പേരൊക്കെ കണ്ടപ്പോ നിങ്ങൾ എന്താ പറയാ? ഇതൊക്കെ നല്ല വീടല്ലേ? ഉള്ള പൈസ കൂടി തട്ടിപ്പിച്ച് ഉണ്ടാക്കിയാണ് പേരാ. പിന്നെ ആവശ്യത്തിന് ലോൺ കൊടുത്താണ്. അതിന്റെ അടവ് എന്തേലും തീർന്നിട്ടില്ല. മോളെ ഭംസിയാ, ഈ ചോറ് കണ്ടാ? ഞാൻ പറഞ്ഞില്ല എന്നോട് എന്റെ കൂടുതൽ ഒരാള് വരാണ്ടത്. മോനെ, വീച്ച നമ്മൾ ചോറുന്നാ. അതാ പൈസ അതിനോട് പോയി കൈ കഴിക്കോ. ഞാനേ ഓളം സഹായിച്ചു കൊടുക്കാം കേട്ടോ. ചോറെടുത്ത് വെച്ചിട്ടോ. ഫൗസിയ, നീ അല്ല, അങ്ങോട്ട് ചോറിനാ വന്നില്ലോ. എന്തുണ്ടായി? എന്താ എനിക്ക് അറിയില്ലപ്പാ. എല്ലാത്തൊരു ചെക്കൻ തന്നെ. വിളമ്പി വെച്ച് ചോറ് വയ്ക്കാനുള്ള ചെക്കൻ പോയത്. എന്താ ഉണ്ടായത് മോളെ? ഹലോ, വാക്കുട്ടിയാ? എല്ലാത്ത സുഖനെ? ഞാനിത് വരണ്ടോ. ഞാൻ വന്നിട്ട് അരമണിക്കൂറോളായി. എന്നിട്ട്
അല്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുന്നുള്ളൂ. ഞാൻ രാവിലെ തുടങ്ങി നടക്കാണ്. നടന്ന് കുഴങ്ങി വന്നിരിക്കണുള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കണ്ടാ പോരെ? ആ അതൊക്കെ റെഡി ആയിടൂ. പിന്നെ അരി നല്ല ആയിക്കോട്ടെ കേട്ടോ. അരി മോശമായാലും ചോറ് മോശമാവും. പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ടൗണിൽ പോവാണെങ്കിലേ ഒരു 3 ആൾക്കാർ അവിടെ എടുക്കാം. ആരെടുത്താ അറിയോ? നമ്മൾ നാരായണത്തിൻ്റെ കടയില്ലേ, SK സ്റ്റോറ്, ആ അവിടെ എടുത്തോ. പിന്നെ അവിടെ അരി എന്നാവുള്ളൂ. ആ അല്ല 3 ആൾക്ക് മതിയാവും. അതിലുള്ള ആളൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഓനക്ക് കമ്മീഷനോ ഇത് മുണ്ടാ പോയാ അവിടുന്ന് ഒരു അരച്ചായ ആൾ ആ വകയിലൊന്നും കുടിച്ചിട്ടില്ല. ആൾക്കാരെന്തെങ്കിലും പൈൻ്റെ ഏറ്റവും പറയാ. എന്നാ കട്ട് ചെയ്തോ, അതിനെ വിളിക്കട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓനിത് അടച്ചിട്ട് ഉണ്ടാവുകയായിരിക്കും. എല്ലാവർക്കും വാങ്ങിക്കൊണ്ടാവേണ്ടത്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അതിനെ കയറി. അല്ല ഇന്ന് പുറത്തേക്ക് ഒന്നും പോയില്ലടോ? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. അല്ല പെങ്ങളെന്തേ ബൈക്ക്? ആ ചങ്ങായി ഇന്ന് പണിക്കൊന്നുമില്ലടോ. ആര് അൻവറോ? ആ എന്തൊക്കെ ഒന്നും അവന് പറ്റിയത്? ഈ പണി മുഴുവൻ എടുത്ത് തീർക്കാനില്ല അവിടെ. ഓ ഈ വൽക്കമല കല്യാണിച്ചാലോ? ഓന്നലെ മോന്തിക്കിന്നെ കണ്ടപ്പോ പറഞ്ഞാണല്ലോ ഇന്ന് ലീവാണെന്ന്. ഓൻ അന്നെ കണ്ട് പറഞ്ഞാണ്ട് ലീവാക്കുകയാണ്. ഓ എന്റെ വരയിലെ പണിക്കാരനല്ലേ, എന്റെ വരയിലെ പണിക്കാരനല്ലല്ലോ. ഇങ്ങനെ തൊള്ളിയും കൂടി വേണമെന്ന് കുറയ്ക്കുക. ആ ചെക്കനൊന്നും മിണ്ടില്ല വിചാരിച്ചിട്ട് ഓരോ വൈറ്റായിരുന്നു ഇങ്ങനെ ചൊറിയനെ. സംഗതി നിങ്ങൾ പണിക്കാരനൊക്കെ തന്നെയാണ്. ഏതൊരാളെ കിട്ടക്കാലത്തേക്കോ അത് ചൊറിച്ചിലും കേട്ടാണ് പണിയെടുക്കാന്. അതിനപ്പോ ലീവാക്കിയത് എന്റെ കുട്ടിയുടെ കല്യാണത്തിന് അന്ന് പന്തലിടാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലം നന്നാക്കാൻ ഓനോട് ഞാൻ പറഞ്ഞു. അതിന് ലീവാക്കി എടുക്കാവോ? എന്താ കരുതിയത്? നിങ്ങളെ കുട്ടിന്റെ കല്യാണത്തിന് എത്ര ദിവസമുണ്ട്? അതിന്റെ മുന്നേ അടുത്ത് തീർത്താ പോരത്. എനിക്കത് മതി. ഓങ്ങനെ പണിക്കുന്നപ്പോ നിങ്ങളോട് കുറച്ച് പൈസ വെച്ചിരിക്കോ? നിങ്ങൾ കൊടുത്തോ? നിങ്ങളോട് കടായിട്ടല്ലോ ചോദിച്ചേ. ഓൻ പണിയെടുത്ത പൈസ അല്ലേ? ഞാനേ എന്റെ തൊടിയിലെ മരത്തുമെന്ന് പറക്കല്ലേ. ഓനക്ക് മിനാന്ന് ചോദിച്ചോളൂ എന്നോട്. ഇന്നലെ ബാങ്ക് ലീവല്ലേ? എന്റെ ഓന്റെ എറണാക്കിൽ വായക്കേ ഇനി. നിങ്ങളടുത്ത് പൈസ ഉണ്ടാവും വിചാരിച്ചിട്ട് ഓൻ ചോദിച്ചിട്ടുണ്ടാവുക. ഓൻ്റെ കയ്യിൽ അത്യാവശ്യം ഉണ്ടാവും. ഓനെ പണി മാറ്റി പോകുമ്പോ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കൂലേ ഞാൻ. പിന്നെ ഓനക്ക് എത്ര ഇല്ല അർജന്റ്. ഓനെ പൈസ അത്യാവശ്യം ഉണ്ടാവും. നാട്ടിൽ അയച്ചു കൊടുക്കാനാവും. ഓനൊന്ന് ലീവാക്കി കുത്തിരുന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ത്യ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതേ എടുത്തു കൊടുത്തത്. ഓന്റെ പെരത്തെ കാര്യത്തിൽ നമുക്കറിയോ. ഓൻ ആ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയതാ. ഓൻ ബാങ്കിൽ പോയിന്നിട്ടേ അങ്ങോട്ട് പണിക്ക് വരാന്ന് പറഞ്ഞേ. ഇനിയിപ്പോ ഇന്ന് അങ്ങനെ കട്ടെ. നേരത്തെ ആയില്ലേ, ഇനി നാളെ നോക്കാം. ഞാൻ ഓനെ കാണാതായപ്പോഴേ അവന്റെ റൂമിൽ പോയി. ഞാൻ റൂമിൽ ചെന്നപ്പോ റൂമിൽ കാണുന്നില്ല. ഇവിടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നത്. ഇവിടെ ഇല്ല. എന്നാലേ ഞാൻ ഇറങ്ങിയാണ്. 1-2 സ്ഥലത്ത് കൂടി പോകാണ്ട്. നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കി തരാനോട് ഇവിടെ ആവില്ല. അതിനെ എന്റെ പെണ്ണുങ്ങളും മോളും എന്റെ വിലയിലാണുള്ളത്. ഇനിയിപ്പോ ഒന്ന് ഓരോ എപ്പോഴാണ് വരണ വെച്ചാൽ പറ്റേ. അയൽവാസികളാകുമ്പോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. ഒക്കെ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അല്ലടോ എന്റെ മോന്റെ വർത്തനം എന്താ? മോൻ ഇനി വരാനായില്ലേ? 5-6 കൊല്ലായാലോ പോയിട്ട്. ഓനെ ഗൾഫ് പോയതൊന്നല്ല. ഒരു പാവം ചെക്കനെ അങ്ങാടിയിട്ടാണ് തച്ചു വന്നതിന് ജയിലിൽ പോയതാ. ഓന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട. ഓൻ വരുന്നതിന് മുന്നേ എന്റെ കുട്ടീനെ ആരെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണം. അതിനുള്ള ആവശ്യമെങ്കിൽ തന്നാൽ മതി പഠിച്ചോൻ. അതൊക്കെ ആ സമയമാകുമ്പോ നടക്കും. ഇജ്ജ് വേജാറാണ്ട. എന്നാ ഞാൻ ഇറങ്ങാണ്. അസ്സലാമലൈക്കും. പഠിച്ചോനെ ആ ചീത്താണ്ട് വരുന്നതിന് മുന്നേ എന്റെ കുട്ടീനെ കല്യാണം കഴിച്ചിട്ടാൽ മതി. ഓൻ കാരണം എന്റെ കുട്ടി അങ്ങ് നാട്ടിൽ പോയി പഠിക്കേണ്ട ഗതികേടുണ്ടായില്ല. പഠിച്ചോൻ എന്റെ കുട്ടീനെ കാക്കണേ.
അൻവർ പോവല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഫൗസിയ ജി പോയിക്കോ, ഞാനിപ്പോ ഒന്നും പറയാൻ മൂടില്ല. എന്തിനാ അൻവർ നമുക്ക് ഈ ഒളിച്ചു കളി? ഫൗസിയ, ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. ജി പോയിക്കോ. നാട്ടുകാരെ കാര്യം എനിക്ക് അറിയണ്ട, എനിക്ക് അൻവറിന്റെ കാര്യം അറിഞ്ഞാൽ മതി. എന്താ നിനക്ക് പറ്റിയത്? എന്താണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? പ്ലീസ് ഇന്നൊന്ന് ഒറ്റയ്ക്ക് വിട് ഫൗസിയ, ഞാനിപ്പോ പഴയ അൻവറല്ല. അതെനിക്ക് മനസ്സിലായി. എന്നെ കണ്ടപ്പോ തന്നെ നീ ഓടിപ്പോയിണല്ലോ. നീ പഴയ ആളല്ല ഇപ്പൊ. നാട്ടുകാര് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയാല് ഞാൻ ഈ നാട് വിട്ട് പോകേണ്ടി വരും. എനിക്ക് ഈ നാട്ടിൽ കുറച്ച് ദിവസം നിന്നേ പറ്റുള്ളൂ. അത് നീയായിട്ട് ഇല്ലാണ്ടാക്കരുത്. ദയവ് ചെയ്തിട്ട് പോയിക്കോ. ആചാര്യ വീട്ടിൽ പുതിയ പണിക്കാർ വന്നു പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല അൻവറാണെന്ന്. അൻവറെ, എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് എന്നോട് ആ പഴയ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് പറ. സമയമാകുമ്പോ ഞാൻ എല്ലാം പറയാം. ദയവ് ചെയ്ത് നീ ഒന്ന് പോ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ നിനക്കൊരു ശല്യമാവുന്നില്ല അൻവറെ. നിന്റെ മാറ്റം ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്ന ഞാൻ കരുതിയിട്ടേ ഇല്ല. നീ ഇപ്പൊ ആളാകെ മാറിപ്പോയി അൻവറെ. ആളെ കൊണ്ട് പഠിപ്പിക്കാനുണ്ടോ നാട്ടിക്കുന്നത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ആചാരെ. ഇതൊന്നും ചെയ്യും വേണ്ട. ആ കുട്ടിയെ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ പോലെ ഈ നാട്ടിൽ വേറെ ഒരു കുട്ടികൾ പഠിക്കണില്ല. പഠിപ്പ് വിത്തനാക്കരുത്. എനിക്ക് എന്നോട് അതേ പറയാനുള്ളൂ. ഇല്ല ആചാരെ. പിന്നെന്തിനാ ജി ഓള് വരുന്ന വൈക്കെ തന്നെ ഇരിക്കണേ? ഞാനൊന്നും പണി മാറ്റി വന്നാല് ഇവിടെ ഒന്ന് ഇരിക്കലുണ്ട്. പക്ഷെ ഇതിൽ ആര് പോണമെന്ന് ഞാൻ ഇന്ന് വരെ കണ്ടില്ല. അതിനോട് എനിക്ക് ഞാൻ റൂം എടുത്ത് തന്നിട്ടില്ലേ? എനിക്ക് അവിടെ ഇരുന്നാ പോരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? അവിടെ ഭയങ്കര ഒച്ച വേണമാണ് ആചാരെ. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ അവിടെ പറ്റൂല. അതിനേ ഒച്ചയും പുള്ളിയില്ലാതെക്കാൻ എനിക്ക് നല്ലൊരു മണിമാളിക ഉണ്ടാക്കി തരാം ഞാൻ. എന്തേ പോരെ? ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കൂല ആചാരെ. അങ്ങനെ ആയാലും എനിക്ക് നന്ദി. രാവിലെ പണിക്ക് വരിക, വൈകുന്നേരം റൂമിൽ പോവുക. പുറത്തിറങ്ങിയിട്ടുള്ളൊരു കളിയും വേണ്ട. എന്താ ജി എൻ്റെ തൊള്ളയിൽ നാവില്ലേ? ഈ കൂമ മുള്ളായി മുള്ളിന്. എന്നാ ഞാൻ പോട്ടെ. അവിടെ നിൽക്ക് ജേ. ആ പെൺകുട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്ട് മറന്നാളാ. നിങ്ങളേ അവിടുന്ന് ഇവിടുന്നൊക്കെ തെണ്ടി തിരിഞ്ഞാണ്ട് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളെ കണ്ണും കയ്യും കാട്ടിയാണ്ട് മയക്കങ്ങൾ എടുക്കും. ഓർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾ മൂട് തട്ടിയാണ്ട് ഒറ്റ പോക്കാണ്ട് പോകും. എന്നെ പറ്റി അങ്ങനെ എന്തെങ്കിലും കേട്ടാലേ എൻ്റെ ജീവനും കൊണ്ട് ഇജ്ജി ഇവിടെ നാണ്ട് പോകില്ല. കേൾക്കണ്ടേ ജി? അല്ലേ ഇജ്ജി റൂമിൽ കഴിക്കാം. പിന്നെ നാളെ മുതലേ അന്നെ ഈ പാടത്ത് കണ്ടുപോകരുത്. ഇല്ല ആചാരെ. ഓനെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇപ്പോൾ ഇതിലാണ്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതിനെ സുക്കൂറിനൊന്ന് കാണണം. കുട്ടികളെപ്പോൾ തന്നെ നിരക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് അത് ആവത്താവും. അതിനങ്ങനെ ചെക്കന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെൺകുട്ടികൾ വേണ്ട നന്നാകാ. ഇതൊക്കെ സുക്കൂറിനെ പറഞ്ഞാൽ മതി. ഓന് കല്യാണമെന്ന് പറഞ്ഞ് അടുക്കല്ലേ. പെൺകുട്ടികൾ നോക്കുക ഓനിക്ക് കാരണം.